5000 കിലോമീറ്റർ യാത്ര ചെയ്താണ് അവരൊരു ഇളനീർ കുടിക്കാൻ വന്നത്. ആ ഇളനീർ വിറ്റിരുന്നത് ഒരു ഓസ്ട്രേലിയക്കാരനായിരുന്നു. വർഷങ്ങളായി ഇളനീർ ചെത്തിക്കൊടുക്കുന്ന ജോലിയാണ് ക്രിസ്ത്യൻ ഓസ്ട്രേലിയയിൽ ചെയ്തിരുന്നത്. അപ്പൊ അവിടെയുള്ള ഒരുപാട് മലയാളികൾ ഒരുപാട് കിലോമീറ്ററുകളൊക്കെ താണ്ടി ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇളനീർ കുടിക്കാൻ വരും. അങ്ങനെ ഒരുപാട് മലയാളികളെ കസ്റ്റമേഴ്സ് ആയിട്ട് കണ്ടപ്പോ ക്രിസ്ത്യൻ ഒരു മോഹം, ഈ മലയാളികൾ ഇത്രയധികം സ്നേഹിക്കുന്ന അവരുടെ നാടൊന്ന് കാണണം. അങ്ങനെ ക്രിസ്ത്യൻ കേരളത്തിലേക്ക് പറന്നു. കേരളത്തിന്റെ ഭൂപ്രകൃതിയും മഴയും കൾച്ചറും ഒക്കെ കണ്ട് ആസ്വദിച്ച് തിരിച്ചുപോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇളനീർ പറിക്കാൻ വേണ്ടി തെങ്ങിക്കയറിയ ക്രിസ്ത്യൻ അൺഫോർച്ചുനേറ്റ്ലി താഴെ വീണ് കാലൊടിഞ്ഞു. കാലിന് പ്ലേറ്റ് ഇട്ടു. പക്ഷെ വേദന മാറുന്നില്ല. ഇനിയിപ്പോ പ്ലേറ്റ് റിമൂവ് ചെയ്യണം. പക്ഷെ ജന്മനാ കിഡ്നിക്ക് തകരാറുള്ളത് കൊണ്ട് ഈ പ്ലേറ്റ് റിമൂവൽ സർജറി പോസിബിൾ അല്ല. എന്ന ഒരേ ഒരു സ്ഥലത്ത് നിന്ന് മാത്രം ഒരു പോസിറ്റീവ് റിപ്ലൈ വന്നു. അത് നമ്മുടെ കേരളത്തിൽ നിന്നായിരുന്നു. കേരള ഹെൽത്ത് ടൂറിസത്തില് ഹെൽത്ത് കെയർ ഫെസിലിറ്റേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഇവരോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് പല രോഗികളും കേരളത്തിലോട്ട് വരുന്നത്. അങ്ങനെ അദ്ദേഹം വീണ്ടും കേരളത്തിലെത്തി. അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലില് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഓർത്തോപീഡി കേരള ഡോക്ടേഴ്സ് അദ്ദേഹത്തിന്റെ കാല് ശരിയാക്കി കൊടുത്തു. ഓസ്ട്രേലിയയിൽ വെച്ച് ചെയ്തിട്ടുള്ള ഇംപ്ലാന്റ് ആണ്. അപ്പൊ അതിന്റെ സ്ക്രൂ നമുക്ക് എക്സ്റേയിലെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അത് എന്ത് ടൈപ്പ് സ്ക്രൂ ആണ്, അത് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. വി അഷ്വർഡ് ദാറ്റ് വി വിൽ ഡെഫിനറ്റ്ലി റിമൂവ് ദി ഇംപ്ലാന്റ്. ഇന്ന് ക്രിസ്ത്യൻ പറയുന്നത് കേരളം എനിക്ക് തന്നത് ഒരു സെക്കൻഡ് ലൈഫാണെന്നാണ്. God's own country gifted me another life. പക്ഷെ കഥ അവിടെയും തീർന്നില്ല. കേരളത്തോട് ഇത്രയും ഇഷ്ടം തോന്നിയ ക്രിസ്ത്യൻ ഓസ്ട്രേലിയയിൽ ഒരു 12 ഏക്കർ ഭൂമി വാങ്ങി. എന്നിട്ട് അവിടെ മുഴുവനും തെങ്ങ് കൃഷി ആരംഭിച്ചു. മാത്രമല്ല അതിനിടയിലൂടെ കേരളത്തിൽ കാണുന്നത് പോലെ തോടുകളും പണിതു. കണ്ടാൽ ഒരു കൊച്ചു കേരളം. ആൻഡ് ആ ലാൻഡിന് അദ്ദേഹം ഇട്ട പേരെന്താണെന്നറിയോ? ലിറ്റിൽ കേരള. എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്ത കാര്യം വേറൊന്നാണ്. നിങ്ങൾക്ക് കേരളത്തിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താന്ന് ചോദിച്ചപ്പോ ക്രിസ്ത്യൻ പറഞ്ഞ മറുപടി, the people. Oh, the people of Kerala. The people of Kerala. You cannot beat the people of Kerala in friendliness.